ജയ്പൂരിലെ മാൻസാഗർ ലേക്കിലെ അതിശയം കാണാനായുള്ള യാത്രയിലാണ് നമ്മൾ. ധാരാളം ഒട്ടകങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധാരാളം ആളുകൾ ക്യാമൽ സഫാരിക്കായിട്ട് ഇവിടെ വരുന്ന ഒരു ഏരിയയാണ്. ദൂരെ കാണുന്നത് ജൽമഹലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന അതിശയങ്ങളിൽ ഒന്ന് തന്നെയാണ് ജൽമഹൽ. നമ്മളിപ്പോൾ ആ തടാകത്തിന്റെ നടുവിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പെലിക്കൻ ബേർഡ്സിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കാനും നീന്താനും കഴിയുന്ന പക്ഷികളാണ്. വളരെ വേഗത്തിൽ പറന്നു വന്ന് മീൻ കൊത്തി പിടിക്കുന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആംബർ ഫോർട്ടിലെ രാജാവ് അദ്ദേഹത്തിന് ചൂടുകാലമാകുമ്പോൾ വന്ന് വസിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. അപ്പോൾ ആ തടാകത്തിന്റെ നടുവിലാകുമ്പോൾ നല്ല കൂളിംഗ് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. ആരാണ് ജൽമഹൽ നിർമ്മിച്ചതെന്ന് ഇതുവരെ ചരിത്രത്തിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധവ് സിംഗ് ആണെന്നും പറയുന്നുണ്ട്, അതുപോലെ സവായ് ജയ്സിംഗ് ആണെന്നും പറയുന്നുണ്ട്. വലിയ കുറ്റികളൊക്കെ വന്ന് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൽമഹലിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആംബറിലെ രാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ ജൽമഹലിനും മാൻസാഗർ തടാകത്തിനും വേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. രാജസ്ഥാൻ ഗവൺമെന്റ് ഈ ഒരു ലേക്കിന് ചുറ്റുഭാഗത്തും ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറ്റുള്ള ആളുകൾ വന്ന് പ്ലാസ്റ്റിക് കുപ്പികളും അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ തടാകത്തിലേക്ക് എറിയുന്നത് പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന പക്ഷികളുടെ പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നവർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. കുറച്ച് മുന്നേ നമ്മളവിടെ കണ്ടിരുന്ന ഒരു ബായി വെള്ളം തുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വെള്ളത്തിൽ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. വൻ കോട്ടകളുടെയും തടാകങ്ങളുടെയും ഒക്കെ നാടായിരുന്ന രാജസ്ഥാനെ ഒരു കാലത്ത് രജപുത്താന എന്നും വിളിച്ചിരുന്നു. ധാരാളം ആളുകൾ വൈകുന്നേരങ്ങളിൽ ഈ ഒരു തടാകത്തിന് സമീപത്തായി വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. കൂടാതെ രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് ഫോട്ടോഗ്രാഫി ഇവിടുത്തെ പ്രധാന ഘടകം തന്നെയാണ്. ജൽമഹലിൽ ഒരു പൂന്തോട്ടത്തോട് കൂടിയിട്ടുള്ള ടെറസാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആംബർ പാലസിലെ ഗാർഡന്റെ സമാനമായ രീതിയിലുള്ള ഒരു ഗാർഡൻ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് രാജസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ. മാൻസാഗറിലെ ജൽമഹൽ നിർമ്മിച്ചിരിക്കുന്നത് 5 നില കെട്ടിടമായാണ്. ദൂരെ നിന്നും ജൽമഹലിനെ കാണുമ്പോൾ തടാകത്തിലെ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന കെട്ടിടത്തിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അഷ്ടഭുജാകൃതിയിൽ രൂപകൽപ്പന ചെയ്ത 4 വിപുലമായ ഛത്രികൾ കൊട്ടാരത്തിന്റെ 4 കോണുകളെ അലങ്കരിക്കുന്നു. ബംഗാൾ ശൈലിയിലുള്ള ഒരു വലിയ ചതുരാകൃതിയിലുള്ള ഛത്രിയാണ് കൊട്ടാരത്തിന്റെ മേൽക്കൂരയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇരുട്ട് വരുന്നതോടെ ജൽമഹലിന് ചുറ്റും പ്രകാശമുഖരിതമാകുന്ന കാഴ്ച കാണാൻ എത്തുന്ന ജനങ്ങൾ വളരെയധികമാണ് ഇവിടെ. മെയിൻ റോഡിന് ചേർന്നുകൊണ്ട് ജൽമഹലിന് സമീപത്തായുള്ള എൻട്രൻസിൽ ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കൾച്ചർ മുഖാന്തരമുള്ള ശില്പങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. ഇനി പർച്ചേസിങ്ങിനായിട്ട് ജയ്പൂരിലെ ചെറിയ കടകളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ ജയ്പൂർ കാണാൻ വളരെ മനോഹരമാണ്. എല്ലാ കടകളിലും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രകാശപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് എല്ലാ കടകളുടെ മുന്നിലും. നല്ല കച്ചവടമുള്ളൊരു നിമിഷങ്ങളാണ് ഇവിടെ ഈ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തുണിത്തരങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കുമെല്ലാം രാജസ്ഥാൻ വളരെയധികം പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലുള്ള പ്രിന്റിങ്ങുകളും മറ്റുമെല്ലാം കിട്ടുന്ന തുണികളാണ്. രാജസ്ഥാനി കടകളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യന്മാരാണ്. ഇവരുടെ സ്വഭാവം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് തോന്നും. അത്രയും നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അവിടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് അതിലൂടെയാണ് നമ്മളോട് അവർ വാങ്ങിക്കാനായിട്ട് പറയുക. എന്തായാലും ഈ ഒരു കടയിൽ കയറിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ ഷർട്ട് വാങ്ങിച്ചു. എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഷർട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. അപ്പോൾ വളരെയധികം സന്തോഷമായി. അവിടുന്ന് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. ജയ്പൂരിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്ന ഷോപ്പുകളാണ്. ധാരാളം കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെയായിട്ട് ഞങ്ങളൊരു കരകൗശല ഷോപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ആളെ കാണാനില്ല,
പക്ഷേ ധാരാളം പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും നമ്മൾ പോട്രി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആളില്ലാത്തതുകൊണ്ട് തന്നെ വല്ലാതെ ഞങ്ങൾ അവിടെ ഉള്ളിലേക്കൊന്നും കയറാനായിട്ട് നിന്നില്ല. ജസ്റ്റ് പുറത്ത് നിന്നിട്ട് എല്ലാ സംഭവങ്ങളും ഒന്ന് നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഷോപ്പുകളാണ്. അപ്പോൾ ഈ പോട്രിയിൽ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ധാരാളം ആളുകൾ അത് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ബാഗൊക്കെ ഇപ്പം തന്നെ ഫുള്ളാണ്. അതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ്. വളരെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും അതുപോലെ രേഖപ്പെടുത്തുക. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ റോഡിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഈ തിരക്ക് പിടിച്ച സിറ്റിയിലൂടെ ഇങ്ങനെ രാത്രി യാത്രകളൊക്കെ എൻജോയ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ഹോണടി. എല്ലാ വാഹനങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൺ അടിച്ചിട്ടാണ് ഇവിടെ യാത്ര ചെയ്യുക. ഇവിടെ ധാരാളം ഓർണമെൻറ്റ് ഷോപ്പുകളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഓർണമെൻറ്റ്സ്. ജയ്പൂരിലൂടെ ഇങ്ങനെ ഈ രാത്രി യാത്ര ഇങ്ങനെ ചെന്നെത്തിയിരിക്കുന്നത് അവസാനം ഹവാമഹലിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഇപ്പോഴാണ് ശരിക്കും രാത്രി പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഒരു ജയ്പൂരിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഹവാമഹലിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും രാത്രി തന്നെയാണ്. ഇവിടെ എത്തി രാത്രി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. രാജസ്ഥാനിലെ മറ്റുള്ള കാഴ്ചകളെല്ലാം എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.